ആ രേവതി ഇന്നലെ ഞാൻ അന്തിച്ചന്ത വെച്ച് കണ്ടായിരുന്നു. അവൾ എന്നെ നോക്കിയ രാട്ട്. അവളെ ദേഷ്യം തീർന്നിട്ടില്ല കേട്ടോ. രാഘവ, ആ വട്ടമല എസ്റ്റേറ്റിന്റെ താഴെ താമസിക്കുന്ന നിർമ്മലയെ നിനക്കറിയാമോ? അറിയാം. ആ പെണ്ണിന്റെ കാര്യം വലിയ കഷ്ടമായി പോയി. ദേവിച്ചൻ അറിഞ്ഞായിരുന്നല്ലേ? ഞാൻ പത്രത്തിൽ വായിച്ചാ. ഞാനും പത്രം കണ്ടതാണല്ലോ. അതിൽ നിർമ്മലയെ കെട്ടാൻ പോകുന്നവനാണെന്നൊന്നും കണ്ടില്ലല്ലോ. അത് ഞാൻ വീട്ടിൽ വേലക്കാരി പറയുന്ന കേട്ടതാ. ആ, അതിപ്പോ ഇവിടെ എല്ലാവരും സംസാര വിഷയമാണ്. ആരായാളെ കൊന്നതെന്നല്ലോ അറിഞ്ഞു? ഇതുവരെ ഒരു തുമ്പം കിട്ടിയിട്ടില്ലെന്നാ കേട്ടത്. പോലീസുകാർ തിരക്കുന്നുണ്ട്. അടുത്ത തിങ്കളാഴ്ച അവരുടെ കല്യാണം നടക്കേണ്ടതായിരുന്നു. ആ തള്ളയുടെ കരച്ചിൽ ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ 1-2 തവണ അവരുടെ വീട്ടിൽ പോയിരുന്നു. തനിക്ക് അത്ര പരിചയമാണോ അവരെ? എന്റെ അമ്മയാകുന്നതിന് മുമ്പ് ആ തള്ളയുമായി വലിയ കൂട്ടായിരുന്നു. ഇതറിഞ്ഞതിന്റെ പിറ്റേന്ന് ഞാൻ വെറുതെ അവിടെ നിന്ന് പോയി. അതവർക്ക് വലിയ കാര്യമായി. ആ തള്ള കരഞ്ഞോണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കാര്യമില്ല, വല്ലപ്പോഴും ഒക്കെ അതിലൊന്ന് ചെല്ലണമെന്ന്. പിന്നെ മെനഞ്ഞാന്ന് ഞാൻ അവിടെ നിന്ന് പോയി. തള്ള എപ്പോഴും കരച്ചില്ല. എന്താടാ നോക്കുന്നത്? മുമ്പ് കണ്ടിട്ടില്ലാത്ത പോലെ. കള്ളിയാ? ആര്? ചെറുക്ക, നിന്നെക്കാൾ 10 വയസ്സിന് മൂത്തവളാ ഞാൻ. കുറെ കൂടുന്നുണ്ട്. പഠിച്ച കള്ളിയാ? ബേബി, ഞാൻ അച്ഛനോട് പറയുന്നുണ്ട്. ഞാനും പറയുന്നുണ്ട്. എന്തോന്ന്? എല്ലാവരോടും പറയും. എന്താന്നാണ് നീ പറയാൻ പോകുന്നേ? ചത്തുപോയ ഉണ്ണുണ്ണിയുടെ കാര്യം എല്ലാം എനിക്കറിയാം. ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ കാലത്ത് രണ്ടുപേരും കൂടെ ഉടക്കാണോ? ഒന്നുമില്ല. എന്റെ പൊന്നു ബേബി, നീ ആരോടൊന്നും പറയണ്ട. ഉണ്ണുണ്ണിയെ കൊന്നതല്ലേ? അയ്യോ, അന്ന് രാത്രി അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഞാൻ കണ്ടതാ. ഞാൻ കൊന്നോ? എന്താ കുഞ്ഞെ പറയുന്നേ? വിഷം കൊടുത്തു വന്നിട്ട് കെട്ടിത്തൂക്കിയതല്ലേ? അയ്യോ, അങ്ങനെയൊന്നും പറയില്ലേ കുഞ്ഞെ. എന്നെ കൊണ്ട് അതൊക്കെ പറ്റുമോ? സത്യം പറഞ്ഞാൽ ഞാൻ ചെല്ലുമ്പോ അയാൾ ചത്തു തറയിൽ കിടക്കായിരുന്നു. പിന്നാരാ കെട്ടിത്തൂക്കിയത്? എനിക്കറിയാമോ? അയാൾക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നു, അവര് ചെയ്തതായിരിക്കും. നീ ഇതൊന്നും ആരോടും പറയാൻ പോണ്ട. ദൈവത്തെ ഓർത്ത് വേണ്ട കുഞ്ഞെ. ഞാൻ നിന്റെ കാല് പിടിക്കാം. ഇപ്പൊ രാവിലെയാണല്ലേ ഇവിടെ വരുന്നത്? ഞാൻ മിക്കവരോട് നോക്കി വരാറുണ്ട്. സന്തോഷമായി അല്ലേ? എനിക്ക് വലിയ സങ്കടമുണ്ട്. എന്തിന്? നിന്നെ കെട്ടാൻ വന്നവൻ ചത്തുപോയതിൽ. കൊന്നതല്ലേ? ഞാനും കൊല്ലിച്ചതാ. പണക്കാരല്ലേ? കൊല്ലുമെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓ, അത് ഞാൻ വെറുതെ പറഞ്ഞ. നീ അതങ്ങ് വിശ്വസിച്ചു? കൊല്ലുന്നവനാ, എനിക്കറിയാം. എനിക്കിത് മുഖത്ത് നോക്കി പറയണമെന്നുണ്ടായിരുന്നു. അതിനാ ഞാൻ വന്നത്.
പോലീസുകാർ അപ്പോഴേ ചോദിച്ചതാ ആരെങ്കിലും സംശയമുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞില്ല, ഇനി ഞാൻ പറയും. സത്യം പുറത്തു വരുമെന്ന് ഓർത്തോ. നിർമ്മലേ, അടുത്തു വന്നാ ഞാൻ കൊന്നുകളയും. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. ബേബിച്ചോ, ഉറക്കമാണോ? വന്നിട്ട് കുറെ നേരമായോ? താക്കോൽ ഇരിപ്പുണ്ടായിരുന്നു, അകത്തേറി കിടക്കായിരുന്നല്ലോ. വാ, അകത്ത് വാ. നീ എവിടെ പോയി? ഇത്തിരി ജൗളിയൊക്കെ വാങ്ങാൻ പോയതാ. 2-3 ഉടുപ്പും മുണ്ടുമൊക്കെ. കാണണ്ടേ? ഇരിക്കുന്നേ. ഇതൊക്കെ ആർക്കാന്നായിരിക്കും. ഞാൻ ബേബിച്ചോട് പറഞ്ഞില്ല ഇതുവരെ. പറയാനുള്ള ദിവസമായില്ല, അതുകൊണ്ടാ. എന്റെ കല്യാണം ഞാനങ്ങ് ഉറപ്പിച്ചു, ആ നിർമ്മലമായിട്ട്. ആ തള്ളക്ക് ഒരേ നിർബന്ധം. എന്നാ പെണ്ണങ്ങ് നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. കഞ്ഞിയും കറിയും വെച്ച് തരാൻ ഒരാളാകുമല്ലോ. ബേബിച്ചനാ പെണ്ണിനെ കണ്ടുണ്ടോ? കാണാനൊക്കെ കൊള്ളാം കേട്ടോ. ദാ, ഇത് അവക്ക് കൊടുക്കാവുന്നതുകൊണ്ട് വാങ്ങിയതാ. കൊള്ളാവോ? കൊള്ളാം അല്ലേ? ഞാൻ ശ്രീധനൊന്നും വാങ്ങുന്നില്ല. എന്തോ ഒരു മാലയും വളയും കമ്മലും ഒക്കെ ആ തള്ള വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. മറ്റേ കല്യാണം വന്നപ്പോ വാങ്ങിയതാ. അതൊക്കെ മതിയെന്നേ. എന്നാ കല്യാണം? അടുത്ത ഞായറാഴ്ച. ഇന്ന് വെള്ളി. ഇനി 8-9 ദിവസമേ ഉള്ളൂ കല്യാണത്തിന്. ഞാൻ ബേബിച്ചനെ മാത്രമേ വിളിക്കുന്നുള്ളൂ. എനിക്ക് വേറെ ആരുമില്ലല്ലോ വിളിക്കാൻ. വേലംകുന്നിലെ അമ്പലത്തിൽ വെച്ചാ. പൊക്കോ ഇത് മതിയല്ലേ? നിർമ്മലേന്റെ തോളറ്റം വരെ വരൂ. ഞാനിത്ര പെട്ടെന്ന് കല്യാണം കഴിക്കുന്ന ബേബിച്ചൻ വിചാരിച്ചില്ല അല്ലേ? ഞാനും വിചാരിച്ചില്ല. ബേബിച്ച പോവാണോ? നിക്കടി ഇവിടെ. മോള് കരയാതെ ഡാഡി പോയി കളഞ്ഞു. മര്യാദ ആന്റി ഒരു സൂത്രം കാണിച്ചു. ആരാ? കള്ള കഴിവേറി. അവൻ കേസ് കൊടുക്കാൻ പോവാണെന്ന് ബന്ധം വഴിയാൻ. കൊച്ചിനെയും തന്നേക്കില്ലെന്ന് അവൻ പറഞ്ഞത്. ഞങ്ങൾ സ്കൂളിൽ പോയി പിടിച്ചോണ്ട് പോന്നതാ. അവൻ കേസ് കൊടുക്കുന്ന മുമ്പ് ഞാൻ കൊടുക്കും. അനിയമ്പിള്ളേ, അസുബ്രഹ്മണ്യനെ വിളിച്ചേ, ഞാൻ സംസാരിച്ചോളാം. ഹൈക്കോടതി തന്നെ പോവാം. അവന്റെ ജോലി ഞാൻ തെറിപ്പിക്കും. പട്ടിയെ പോലെ അവൻ വാലാട്ടിക്കൊണ്ട് എന്റെ പുറകെ വരും. നോക്കൂ. കേസിനും വഴക്കിനും ഒന്നും പോണ്ട. എന്റെ അനി, നീ കുഞ്ഞിനെ വിളിച്ചോണ്ട് അവന്റെ വീട്ടിൽ പോ. അമ്മ എന്തോന്നായി പറയുന്നേ? അവന്റെ കൂടെ ഇനി ഇവിടെ വിടാനേ? അപ്പൊ കോശാൻ നമ്മുടെ പെങ്ങളെ ഇനി വേറെ കെട്ടിക്കാൻ പോവാണോ? നീ നല്ല ഫാമിലാണല്ലോ. ആ, നല്ല ഫാമിലാ. ആ, എന്നാൽ അങ്ങ് വെക്കോ. ഇങ്ങോട്ട് ആരും വിളിച്ചില്ല. എന്നാലും എന്റെ ഒരു അഭിപ്രായം കൂടെ നോക്കണ്ടേ? ഹലോ, വലിയ ന്യൂസൻസ് ആയിരിക്കാണല്ലോ. അതെ, എന്തെങ്കിലും ചെയ്യണം.
ഞാനും അതെ, അതിന് മുമ്പ് വേണം. എന്താ മാത്തുവേ? എന്താണ് ഇവിടെ ഓശി? എന്തെല്ലാം കാണണം എന്റെ കർത്താവേ. മോളെ മോളെ ഞാൻ പൊക്കോളാം. എങ്ങോട്ട്? അങ്ങോട്ട് തന്നെ. വേണ്ട, കയറി അവിടെ കയറി വരാൻ. മതിയോ മോനെ? ഓ ധാരാളം. ഒരു ചൂട്ടുകറ്റ വേണേ കത്തിച്ചു തരാൻ, നല്ല ഇരുട്ടാ. ഓ വേണ്ട, ഞാനങ്ങ് പൊയ്ക്കോളാം. വരട്ടെ എന്നാ. ചേച്ചി, ചേച്ചി, ഞാനാ രാഘവൻ. എന്താ എന്ത് പറ്റി? ആ പാലക്കുന്നിലെ ബേബിയാ. അവനെന്നെ കൊല്ലാൻ വന്നതാ. ഭ്രാന്തൻ. എന്നെ കൊന്നേനവൻ. ഞാൻ ഓടി രക്ഷപ്പെട്ടതാ. ദൈവാധീനത്തിന് ഒന്നും പറ്റിയില്ല. അകത്ത് വാ, അവൻ ഇനിയും വരും. ഏയ് ഇങ്ങോട്ട് വരില്ല. പിന്നെ അവനിങ്ങ് വരട്ടെ. പോലീസിൽ പോയി പറയണം, അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം, അല്ലെങ്കിൽ അവൻ ചേട്ടനെ കൊല്ലും. നേരം എടുക്കട്ടെ. എവിടെ പോയതാ? ഒരുത്തനെ കൊല്ലാൻ പോയതാ. കൊല്ലാനോ? ആ,
ഓ